എന്നതാടാ? PSCയുടെ മെമ്മോയാ. പഞ്ചായത്ത് ഓഫീസറാ. എവിടെയാടാ പോസ്റ്റിംഗ്? കുട്ടനാട്ടിൽ തന്നെ. ആഹാ, കോളടിച്ചല്ലോടാ. പഞ്ചായത്ത് ഓഫീസർ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ തടയും. ഇങ്ങനെയൊന്നുമില്ലെന്നേ. ആ, എല്ലാ ഗ്രേസി കൊച്ചിന്റെ ഭാഗ്യം. അല്ല എന്തു പറയാൻ. വാ കേറ്. അമ്മച്ച അറിയണ്ട, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു. ഗൗതമി മോളല്ലേ വരുന്നത്? ആണെങ്കിൽ എന്നാത്തിനാ അമ്മച്ചി? ഗൗതമി മോളെ അമ്മച്ചി ഇവളിതൊരു വിട്ടില്ലായിരുന്നു. റായാലും എന്ത് ഇത്? വാ വന്നേ, ഇങ്ങ് കേറ്. അതെ, ഗൗതമി സാർ അവിടെ നിന്ന് നിന്നേ. എന്താ? അല്ല, ഈ ടിക്കറ്റ് കയറാൻ പറ്റാത്തതിന്റെ ചുരുക്കാണോ എന്റെ അമ്മയടുത്ത് കാണിക്കുന്നത്? ഞാൻ പോട്ടെ. എനിക്ക് താനത് പറഞ്ഞിട്ട് പോയാ മതി. അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതന്നെ, എനിക്ക് മനസ്സിലാവാത്ത ഞാൻ പഠിക്കാത്തൊരു സിലബസ് തന്നെ ഞാൻ താമസിക്കാൻ പഠിപ്പിക്കാം. എന്നാ പിന്നെ നീ പഠിപ്പിച്ചിട്ട് പോയാ മതി. ഒന്നുമില്ല അമ്മച്ചി. എനിക്കറിയില്ല. എന്താ നിന്റെ പ്രശ്നം? നോക്കി പിടിപ്പിക്കുന്നേ. ഞാൻ ഇവിടെ ഒന്ന് കാണാതിരിക്കുവായിരുന്നു. അതെ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ പല പ്രാവശ്യമായിട്ട് കാണാൻ നോക്കുമ്പോൾ ഇവള് മുങ്ങുവാടാ. ഇവളെന്നെ മുങ്ങിക്കപ്പില്ല. ഞാൻ അത് ചോദിക്കുവായിരുന്നു. നീ ഒക്കെ പത്രത്തിൽ പൈസ കൊടുത്താ അമ്മച്ചി. പിന്നെന്താടി കൊച്ചാ നിന്റെ പ്രശ്നം? ഇടിപൊടുന്നൊന്നും എന്നെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഓ, ഗൗതമി സാറെ അങ്ങ് നീട്ടി വിളിപ്പിക്കണം. നീ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഞാനൊന്നും പറയുന്നില്ലേ. കൊച്ചെ എന്നാ പ്രശ്നം ഇങ്ങനെ നടക്കാതെ പുന്നരമ്മനോട് അങ്ങ് ചോദിച്ചാൽ മതി. ഈ പെണ്ണ് തലയ്ക്കുമല്ലോ ഓളം. അതിനൊക്കെ ഒരു കാര്യമുണ്ടോ അമ്മച്ചി? ഞാൻ പറയാം. ഇങ്ങനെയുണ്ടോ? നിനക്ക് ആ കൊച്ചിനെ നേരത്തെ അറിയാമോ? ആ കൊച്ച മറ്റേ എംപാനൽ കണ്ടക്ടർ. ഏത്? ആ KSRTC നിനക്ക് ജോലി കിട്ടിയപ്പോ പിരിച്ചുവിട്ടോ? അതന്നെ. ചുമ്മാതല്ല, നിന്നോടുള്ളതാ അവൾ എന്നോട് തീർത്തോണ്ടിരുന്നത്. അവൾക്കല്ലേ ഒടുക്കത്തെ ഒരുമാതിരി ഈ മനുഷ്യരെ കാണാത്ത പോലെ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവക്ക് അച്ഛനില്ല, പിന്നുള്ള 2 അനീതിമാരാ. കേറിക്കിടക്ക ഒരു കിടപ്പാടം പോലും ഇല്ല. നിന്നെ ഈ പ്രായത്തിൽ ഇവിടം വരെ എത്തിക്കാൻ ഞാൻ എന്തൊരു കഷ്ടപ്പെട്ടു. പിന്നെ അവിടെ കാര്യം പറയണം. ഞാൻ ഒരു കാര്യം ആലോചിക്കായിരുന്നു. എന്തോ? ആ കൊച്ചിനെ ഞാനൊരു ജീവിതം കൊടുക്കട്ടെ? അത് വേണ്ട, അത് വേണ്ട. നീ ഇവിടെ നിന്ന് അവളെ ചൂണ്ടിടാതെ ആ കുളത്തിൽ പോയി ചൂണ്ടിട്ടോ കേട്ടാ. എന്റെ മൊഞ്ചല്ല. കുളത്തിൽ പോയി ചൂണ്ടിട്ടാ ഉച്ചക്ക് മീൻകൂട്ടി ചോറുണ്ണാ. ഉറപ്പാന്നോ? ഉറപ്പാ. പോടാ. അപ്പോ ചൂണ്ടിടാല്ലേ? ഇവിടെ മുഴുവൻ ഉറുമ്പാന്നേ. ഇങ്ങോട്ട് മാറ്റി. എടാ, എന്റെ ചെക്കന്റെ വരവുണ്ടല്ലോ, നാടറിഞ്ഞിട്ടൊന്ന് കിലുങ്ങണം. അതെ, ഇവന്മാര് തന്നെ എടുക്കാതെ എല്ലായിടത്തും എന്റെ കണ്ണത്ര. അതെ, എടാ നോക്കി നിൽക്കാതെ ഒന്ന് പെട്ടെന്ന് ചെയ്യണമായിരുന്നു. അല്ല, 10 മണിയായിട്ട് ഇവരിത് എവിടെ പോയി കിടക്കുക? ഒരു സർക്കാർ ഓഫീസിൽ ഇന്ന് ചാർജ് എടുക്കേണ്ടവൻ ഇതുവരെ ആയിട്ട് എത്തിയില്ലെന്ന് വെച്ചാ ഇവനൊന്നും ഒരിക്കലും നേരെ ആവില്ലെന്നേ. എടാ, നീ ഒന്ന് വൃത്തിയിലും വെടുപ്പിലും വലിച്ചു കെട്ടടാവേ. ഞാനൊന്ന് അകത്ത് പോയി അന്വേഷിക്കട്ടെ. സാറേ, ഇവിടുത്തെ ഓഫീസറാണോ? ആണെങ്കിൽ പുതിയ സെക്രട്ടറി എത്തിയോ? എപ്പോ എത്തി? 68 കുറെ നേരമായി. വച്ചോ കത്തിച്ചോ. ഓടിക്കോ. പഞ്ചായത്ത് ഓഫീസിന് ആരാണ്ട് ബോംബ് വെച്ച്. അകത്ത് ബോംബെടുത്താൽ രക്ഷപ്പെടാം. ആരെ പടക്കം പൊട്ടിച്ചേ?
ചോദിക്കാം. സെക്രട്ടറി ഒന്നോ? സെക്രട്ടറി വന്നോന്ന് ചോദിക്കാൻ താനാണോ? ഞാനോ? ആ. കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി പാലക്കറിയാ. പാലുകറിയായാലും മോരുകറിയായാലും തനിക്ക് ഇവിടെ എന്താണോ കാര്യം? സെക്രട്ടറി ഉണ്ടോ അകത്ത്? ഉണ്ടെങ്കില്? ഞാനേ സെക്രട്ടറിയോട് സംസാരിച്ചോളാം. ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ അകത്തോട്ട് കയറുന്ന ആരെങ്കിലും ഒന്ന് പോലീസിനെ വിളിക്കും. ഒന്ന് അകത്തോട്ട് ചെല്ല്. സെക്രട്ടറി എന്തെങ്കിലും ചെയ്യും. പെട്ടെന്നൊന്ന് ചെല്ല്. കാലിൽ ആരെയും വെച്ച് ഓടാനും വയ്യല്ലോ. സെക്രട്ടറി 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 രണ്ട് സെക്രട്ടറി അല്ല ഈ സെക്രട്ടറി എന്താ അല്ല പെൺ സെക്രട്ടറി മറ്റേ ആൺ സെക്രട്ടറി വരൂ. അല്ല എന്താ ഒന്ന് പറയട്ടോ. കുട്ടികളെ, ഈ ആൺ സെക്രട്ടറി ഒന്നും ചെയ്തില്ലല്ലോ. ഭാഗ്യം. കൊണ്ടുപോ. പോലീസിപ്പോ വരും. കൊണ്ടുപോയാലോ? എന്താ ആരായാള്? ആരാന്നൊന്നും അറിയത്തില്ല സാറേ. വലിഞ്ഞു കയറി വന്നതാണ്. വേസ്റ്റ് കൊണ്ട് കളയും പോലെ തള്ളിപ്പിടിപ്പിക്കല്ലേ. തള്ളിപ്പിടിപ്പിക്കരുത്. ആ പഞ്ചായത്ത് സെക്രട്ടറി കാണണമെന്ന് പറഞ്ഞാ വന്നത്. സാറിനെ വല്ല ഉപദ്രവിച്ചായിരുന്നു? എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. പുറത്തെന്തായിരുന്നു ബഹളം? സാറെ പുറത്ത് എന്താണ്ടൊക്കെയോ വലിച്ചു കെട്ടിട്ടുണ്ട്. ഞാൻ പോകാം. ഓ അല്ല ഈ പെൺ സെക്രട്ടറി ആൺ സെക്രട്ടറി എങ്ങനെ മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ. ഇത് ഗുണ്ടുപടി വെറുതെ ആയോ? ഒരു മിനിറ്റ്. അമ്മച്ച എടാ കൊറേ അതാ നീ ഇരിക്കേണ്ട കസേരയിൽ ഒരു പെണ്ണ് അതെങ്ങനെ വന്നു? എടാ നീ ഇത് ചാർജ് എടുക്കണ്ടല്ലേ? എടാ ഞാൻ ഇവിടെ ഗുണ്ടുപടി അത് ഞാൻ വിട്ടു. എടാ എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ലേ. എടാ നീ ആ ജോലി വിട്ടോ? എടാ നിന്റെ അപ്പം മാത്രം പറയിപ്പിക്കല്ലേ കേട്ടാ. അയ്യോ അമ്മച്ച ഇങ്ങനെയൊന്നും പറയാതെ. ഞാൻ ഇപ്പൊ വരാം. വച്ചിട്ട് പോടാ. വെക്കടാ ഫോൺ. എന്തൊക്കെയും കാണണം എന്നെ ദൈവമേ. ആളെ കളിയാക്കുന്നു. എന്റെ കൊണ്ടുകൂടി വേസ്റ്റായി. എങ്ങോട്ടാ? ദോണ്ട സാറേ അത് കണ്ടോ? കഞ്ഞിപ്പാടൊക്കെ കഴിഞ്ഞു. സ്ഥലത്തുനിന്ന് പറയണമെന്ന് പറഞ്ഞല്ലേ ഏട്ടാ. പാടത്തേക്ക് നോക്കിയിരിക്കാം. മാറി എവിടെ നോക്കിയിരിക്കും. വാ ഇറങ്ങി.
ചെലപ്പോ സാറേ കോര സാർ എന്തേ 2 ദിവസമായിട്ട് ലീവിലാന്ന്. എന്താ കാര്യം? പാലാരം കണ്ട് പോന്ന് പറഞ്ഞു കേട്ടു. എങ്ങനെയുണ്ട് ഗൗതമി സാറിന്റെ പുതിയ ജോലി? സാറ് കേട്ടോട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് 1-ാം തീയതി ശമ്പളം കിട്ടും. ഞങ്ങളുടെ കാര്യം ഇപ്പോഴും ഊർജിതമായിട്ട് പോവുക. ഗൗതമി സാറേ കുറച്ച് തിരക്കുണ്ട്, ഇപ്പൊ തന്നെ സമയം ലേറ്റ്. ആ ഡോർ നടച്ച്. അപ്പൊ ഗൗതമി സാറേ കോര സാർ വരുമ്പോ ഞാൻ പറയാം. ചിലപ്പോ സാറേ വണ്ടി എടുത്തേ, ഇവിടുന്ന് കയറാനൊക്കെ ടിക്കറ്റ് എടുത്തേ. ചില്ലറ തരണം കേട്ടോ. നിങ്ങളോട് ദേഷ്യപ്പെട്ടല്ല ചില്ലറിലെത്തോണ്ട്. ബസ് വരാൻ ഇച്ചിരി ടൈം എടുക്കും. സാരമില്ല ചേച്ചി, ഇപ്പൊ വരും. സാറേ ഗൗതമി സാർ വരുന്നു. ഇന്നെങ്കിലും ഈ കാര്യത്തിൽ തീർപ്പുണ്ടാകാം. ഒന്നും മിണ്ടായിരിക്കും ചിലപ്പോൾ സാറേ. എത്ര ഗൗതമി സാർ ഇന്നെന്താ ലേറ്റ് ആയത്? 2-3 ദിവസമായിട്ടേ ഒരു കാര്യം അറിയാൻ വേണ്ടിട്ട് ഒരാളെ തിരക്കി നടക്കുമായിരുന്നു. ഇനി അത് അറിഞ്ഞിട്ടേ പോകുന്നു. കൈനഗിരി ഇറങ്ങാനുള്ളൊരു ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ തൽക്കാലം തന്നെ ഇറങ്ങാം. സാറപ്പ എന്നോട് മിണ്ടൂലെന്ന് തീരുമാനിച്ചിട്ടല്ലേ? ശരി. അതെ, ടിക്കറ്റൊക്കെ ഓക്കെ അല്ലേ? എനിക്ക് പറയാനുള്ളത് അതിനകത്തുണ്ട്. ഒത്തിരി PS ഒക്കെ എഴുതിയല്ലേ, ആലോചിച്ചിരുന്ന് കണ്ടുപിടിക്കും. ബഹുമാനപ്പെട്ട മെമ്പർമാരുടെയും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്ന ഓരോ വിഷയങ്ങളും വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. ഇതിനൊക്കെ വ്യക്തമായ ഓരോ ഫോളോ അപ്പുകളും മെമ്പർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഞാൻ അറിയിക്കുക. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുവാൻ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കമ്മിറ്റി അവസാനിച്ചിട്ട് അറിയിക്കുന്നു. ശരി സാർ. പ്രസിഡന്റ്, ഇതിലൊരു ഒപ്പിടാനുണ്ട്. മേരി. ഓ, എന്താ സാറേ? കൈക്കൂലി കേസിൽ പെട്ടിട്ടുണ്ടല്ലേ ഈ യാക്കോബ് ആരാ? അയ്യോ എന്റെ പൊന്നു സാറേ, എനിക്ക് ആളെ അറിയത്തേ ഇല്ല. ആരാ സാറേ അത്? പറ. ഈ യാക്കോബ് 2:15 യാക്കോബിന്റെ എന്തോന്ന്? ഈ യാക്കോബ് 2:15-16 എന്തുവാ? ആ യാക്കോബായിരുന്നോ? അതങ്ങ് ബൈബിളിലുള്ളതാ സാറേ. അറിയോ? കാണാതൊന്നും അറിയത്തില്ല, ഞാൻ വേണേ നോക്കി പറയാം. നോക്ക്. നോക്കട്ടെ. കിട്ടി സാറേ, കിട്ടി. ഒന്ന് വായിച്ചേ. എന്തോത്തിനാ? വായിക്കേ. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനം? സാറേ കേട്ടോ? കേട്ടു. ഇതായിരുന്നോ? താങ്ക് യു മേരി. ഇനിയുണ്ട് വചനം. പൊക്കോ. പോന്നെ. ലൈറ്റ് വീണു. അമ്മേ കൈനഗരി കായലിലെ കാറ്റിന്റെ ഗൗതമി സാറോ? എന്താ ഇത് പേടിപ്പിക്കാനായിട്ട്? സമയമൊന്നും മാറിയിട്ടില്ലല്ലോ. ഗൗതമി സാറേ, നിങ്ങൾ ഇത് എവിടെ പോയിട്ട് വരുന്നു വെളുപ്പം കാലത്ത്? കോര സാറിനെ കാണാൻ വല്ലതാണ്?
ഒന്നും ഇല്ലാതെ അങ്ങനെ വെറുതെ വരാൻ. ആ ചെലവ് സാറേ വണ്ടിയെടു. വണ്ടി എടുക്കാൻ സമയമായി. ഇത് കോരയ്ക്കുള്ളതല്ല, യാക്കോബിനുള്ളതാ.